ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ പറഞ്ഞു വെച്ചതിൻ്റെ ബാലൻസാണ്. അങ്ങനെ ആ വീട് വിറ്റു, പൈസ എല്ലാം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഫാദറിൻ്റെ കട വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 10 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 5 സെൻറ്റ് സ്ഥലം വാർക്കടറോ വാങ്ങിച്ചു. അതുപോലെ തന്നെ ഈ ഒരു 13 സെൻറ്റ് സ്ഥലവും 1 സെൻറ്റ് പുറമ്പോക്കും ഉള്ള അങ്ങനെ 14 സെൻറ്റ് സ്ഥലവും ഇതെല്ലാം വാങ്ങിച്ചു. അതോടൊപ്പം തന്നെ ബൈക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മാരുതി സെൻ ഉണ്ടായിരുന്നു, ഒരു ടാറ്റ മാജിക് ഐറിക്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എയ്സ് സിപ്പ് ഉണ്ടായിരുന്നു. ഈ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വാങ്ങിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വേറൊരു സ്ഥലം വാങ്ങാൻ അല്ല വിൽക്കാനുണ്ടെന്നൊക്കെ പറയുകയും അതിനെക്കുറിച്ചുള്ള ഇത് പിന്നീട് പറയാമെന്ന് പറയുകയും ചെയ്തു. അതുപോലെ ഈ വണ്ടി ഒക്കെ ഓടിക്കാൻ ഏൽപ്പിച്ചത് നമ്മുടെ ജ്യേഷ്ഠനെയും അനിയനെയും ആയിരുന്നു. വണ്ടി അവർ കുറച്ച് ഓടിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആ വണ്ടി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ മുടക്കാശിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ ആ വണ്ടി ഓടിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ വേറൊരു വണ്ടി നമ്മുടെ ജ്യേഷ്ഠനെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുള്ളി ആ വണ്ടി ഓടിച്ച് കുറച്ചാൾ ഓടിച്ചു. എന്നിട്ട് ആ പുള്ളി ഇഞ്ചി കൃഷിക്ക് പോയപ്പോൾ ആ വണ്ടി ഇഞ്ചിയുടെ കൃഷിക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് 6 CC കുടിശ്ശേക്ക് വെച്ചു. എന്നിട്ട് ആ വണ്ടി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് അവർ പറഞ്ഞു, ഇതിൻ്റെ മുടക്കാശ് തരാം, എന്നിട്ട് ബാലൻസ് CC ഞങ്ങൾ അടിച്ചോളാമെന്നും പറഞ്ഞു. എന്നിട്ട് മുടക്കാശ് 1 ലക്ഷം രൂപ വാങ്ങിച്ചു. ബാക്കി 24 CC അടിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ 2015 മുതൽ ഓടിക്കുകയും അത് കഴിഞ്ഞിട്ട് 2020 ആയപ്പോൾ അവർ ആ CC അടിക്കുകയും ചെയ്തില്ല. ഇതെല്ലാം കുടിശ്ശിയാക്കി ഇതൊക്കെ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വണ്ടി എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് അവർ പറയുകയാണ്, ആ 1 ലക്ഷം രൂപ തന്നത് ഇനി അടിക്കാനുള്ള 24 CCയുടെ പൈസയിലാണ്, ഇനി 8 CC അടിക്കാനുള്ളത്. എന്താ 2.5 ലക്ഷം രൂപ വണ്ടി അഡ്വാൻസ് 1 ലക്ഷം രൂപ വന്നിട്ടേ പറയണം. അങ്ങനെ പല പ്രശ്നങ്ങൾ. മറ്റേ വണ്ടി അതിൻ്റെ ഓടിച്ച് അതിൻ്റെ CC വിറ്റ് CC തീർത്തു വേറൊരു വണ്ടിയുടെ. അതുപോലെ തന്നെ സെൻകാർ ഉണ്ടായിരുന്നത് ചുമ്മാ ടച്ച് ആൻഡ് പോളിഷിനും ഇതാണ്. ആ പുള്ളി അത് മെക്കാനിക്സ് അയച്ച് 45,000 രൂപ ആ കെറോഫിൽ ചിലവായി. അങ്ങനെ വിവിധമായ പ്രശ്നങ്ങൾ. ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ പ്രശ്നത്തിൻ്റെ ഇത് ആ വീഡിയോ നാളെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും.